നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് BJP കൂട്ടുകെട്ടിന്റെ തെളിവുകൾ പുറത്ത്. നിർണായക ദൃശ്യങ്ങൾ പുറത്തുവിട്ട് LDFനെ പിന്തുണയ്ക്കുന്ന KR ഔസേപ്പിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട TM ചന്ദ്രൻ. കൂറുമാറിയവരെ അയോഗ്യരാക്കാനൊരുങ്ങി കോൺഗ്രസ്. പാറളം പഞ്ചായത്ത് അംഗം ബിന്ദുവിനെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം സസ്പെൻഡ് ചെയ്തു. ക്രിസ്മസ് ആഘോഷത്തിനിടയിൽ അതിക്രമ സംഭവങ്ങളിൽ മുറിവേറ്റത് ഭാരതത്തിന്റെ ആത്മാവിന് തന്നെയാണെന്ന് CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത്. ക്രിസ്തുമതം വിദേശമതമെന്ന് മുദ്രകുത്തിയത് പ്രതിഷേധാർഹമാണെന്നും മാർ ആൻഡ്രൂസ് താഴത്ത്. സഹകരണ മേഖലയെ തകർക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും നീക്കങ്ങൾ നടക്കുന്നുവെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. നിയമഭേദഗതികൾ കൊണ്ടുവന്ന് സഹകരണ മേഖലയെ അടക്കിവാഴാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ ആശങ്കയോടെ കാണാതിരിക്കാനാവില്ലെന്നും മന്ത്രി. വിൽപ്പനയ്ക്കായി MDMA കൈവശം വെച്ച കേസിൽ പ്രതിക്ക് 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. മണത്തല ബീച്ച് സ്വദേശി ബുഹാറുദ്ദീനെയാണ് തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. നന്ദിക്കരയിൽ KSRTC ബസും 2 ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. വെട്ടിക്കാട്ടിയിൽ നിയന്ത്രണം വിട്ട് കാർ കടയിലേക്ക് ഇടിച്ചു കയറി. തൃശൂർ തിരുവമ്പാടി നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രങ്ങളിലെ വൈകുണ്ഠ ഏകാദശി നാളെ ആഘോഷിക്കും. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടന്ന പഞ്ചരത്ന കീർത്തനാലാപനം ഭക്തിസാന്ദ്രം. ചാലക്കുടി എന്നനാടിൽ 5 ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന മോഷണം. ഒരട്ടിയിൽ ബേക്കറിയിൽ മോഷണം. വിശദാംശങ്ങളിലേക്ക്. മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് BJP കൂട്ടുകെട്ടിന്റെ തെളിവുകൾ പുറത്ത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ് വിമതൻ KR ഔസേപ്പ്. മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJP ഡീലുണ്ടായിരുന്നുവെന്ന് KR ഔസേപ്പ് തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ TM ചന്ദ്രൻ, ഷാഫി കല്ലുപറമ്പിൽ, രഞ്ജിത്ത് കൈപ്പിള്ളി, പ്രവീൺ മാഷ്, സതീശൻ ഇല്ലത്തുപറമ്പിൽ എന്നിവർ തന്റെ വീട്ടിൽ വരികയും ഒപ്പം നിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും KR ഔസേപ്പ് വെളിപ്പെടുത്തി. BJPയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന് ഇല്ലെന്ന് പറഞ്ഞതോടെ തന്നെ വീട്ടിലെത്തി കാണാനെത്തിയവർ തിരിച്ചുപോയി. പ്രസിഡന്റ് മറ്റൊരാളായിരിക്കുമെന്നും അവർ പറഞ്ഞു. എല്ലാത്തിനും കാരണം താനാണെന്ന തരത്തിലുള്ള തെറ്റായ പ്രചരണമാണ് TM ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ളവർ നടത്തുന്നതെന്നും ഔസേപ്പ് പറഞ്ഞു. താൻ വിജയിച്ചാൽ വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടില്ലെന്ന് ജനങ്ങൾക്ക് വാക്ക് നൽകിയിരുന്നതാണെന്നും ആ വാക്ക് താൻ പാലിച്ചുവെന്നും KR ഔസേപ്പ് വ്യക്തമാക്കി. ഒരു ടൈം പ്രതിപക്ഷ നേതാവായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന എനിക്ക് ഇപ്രാവശ്യത്തെ സീറ്റ് തരുന്നതുമായി തർക്കം ഉണ്ടാവുകയും വേറൊരു അംഗത്തിന് കൈപ്പത്തി ചിഹ്നം കൊടുക്കുകയാണുണ്ടായത്. മറ്റത്തൂർ പഞ്ചായത്തിൽ BJPയുമായി സഖ്യം ചേർന്ന് ഭരണം പിടിച്ച കോൺഗ്രസ് മെമ്പർമാർക്ക് അന്ത്യശാസനവുമായി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഉടൻ രാജിവെച്ചില്ലെങ്കിൽ അയോഗ്യരാക്കുമെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞു. അയോഗ്യരാക്കുവാനുള്ള നടപടി തുടങ്ങി രാജിവെച്ച് പരസ്യമായി തെറ്റ് ഏറ്റുപറഞ്ഞാൽ മാത്രമേ അയോഗ്യരാക്കുവാനുള്ള നടപടിയിൽ നിന്ന് മുന്നോട്ടു പോകൂ. ഒരു കാരണവശാലും വാങ്ങാൻ പറ്റാത്ത സഹായമാണ് വാങ്ങിയത്. മറ്റത്തൂരിലെ ജനങ്ങളോട് തെറ്റ് ഏറ്റുപറഞ്ഞ് കോൺഗ്രസ് അംഗങ്ങൾ രാജിവെക്കണമെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. പാറളത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അന്വേഷണ വിധേയമായി വോട്ട് അസാധുവാക്കിയ ബിന്ദുവിനെയും ചൊവ്വന്നൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ വർഗീസ് ചൊവ്വന്നൂരിനെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി DCC പ്രസിഡന്റ് അറിയിച്ചു. ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തി DCC നേതൃത്വം അന്ത്യശാസനം നൽകുന്നത് തികച്ചും അനുചിതമാണെന്ന് TM ചന്ദ്രൻ. BJPയുമായി യാതൊരു തരത്തിലുള്ള കൂട്ടുകെട്ട് ഉണ്ടാകാത്തിടത്തോളം കാലം ഇതിന്റെ പാപഭാരം ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. KPCC നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാണ് ശ്രമിക്കുന്നതെന്നും TM ചന്ദ്രൻ പറഞ്ഞു. KR ഔസേപ്പ് ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും ആരോപണങ്ങൾ തെളിയിച്ചാൽ തന്റെ പൊതുജീവിതം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നും TM ചന്ദ്രൻ പറഞ്ഞു. അതിന് തെളിവായി അദ്ദേഹം ഒരു CCTV അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാനും സഹപ്രവർത്തകർ കടന്നു ചെല്ലുന്ന ഒരു CCTV ദൃശ്യം പുറത്തുവിടുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹത്തിനെ ഇത് കൊണ്ട് പറയിപ്പിച്ച CPM നേതൃത്വത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത് വരെയുള്ള സമയങ്ങളിലെ മുഴുവൻ ദൃശ്യങ്ങളും പുറത്തുവിടാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. എന്റെ കൂടെ പോയ സഹപ്രവർത്തകർ അദ്ദേഹത്തിന്റെ സൗകര്യമനുസരിച്ച് പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നത്. അദ്ദേഹത്തിന്റെ സൗകര്യാനുസരണം
24-ാം തീയതി രാവിലെ 11 മണിക്ക് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇത് തന്നെയാണ്. ആ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ഞാൻ CPM നേതൃത്വത്തെയും KR ഔസേപ്പിനെയും വെല്ലുവിളിക്കുകയാണ്. ഒരക്ഷരം പോലും ഞാൻ സംസാരിച്ചു എന്ന് തെളിയിച്ചാൽ ഞാൻ എൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കാനും KR ഔസേപ്പിനോട് നിരുപാധികം മാപ്പ് പറയാനും പൊതുസമൂഹത്തോട് മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കോൺഗ്രസ് ജയിച്ചാൽ BJPക്ക് വളമാകുമെന്ന് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് തെളിയിച്ചുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവടക്കം കൂറുമാറ്റത്തെ ന്യായീകരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെയുള്ള കൂറുമാറ്റ രീതി കേരളത്തിലും അരങ്ങേറിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തൃശൂരിൽ മേയർ സ്ഥാനം കോൺഗ്രസ് വിറ്റുവെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചെയ്ത UDF മുസ്ലിം ലീഗ് സ്വതന്ത്രനും തളി ഡിവിഷൻ അംഗവുമായ ജാഫർ രാജിവെച്ചു. പാർട്ടി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് രാജിവെച്ചത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ തനിക്ക് തെറ്റുപറ്റിയതാണെന്നും ഇതുമൂലം പാർട്ടിക്കും ജനങ്ങൾക്കുമിടയിൽ ഉണ്ടായ തെറ്റിദ്ധാരണയിൽ മനോവിഷമം ഉണ്ടായതിനാലാണ് താൻ രാജിവെക്കുന്നതെന്നും ജാഫർ പറഞ്ഞു. ആകെയുള്ള 14 ഡിവിഷനുകളിൽ LDFനും UDFനും 7 സീറ്റ് വീതമാണ് ലഭിച്ചിരുന്നത്. യാതൊരു കാരണവശാലും CPMുമായി ഞാൻ ഒരു തരത്തിലും അതീതനാവാത്ത ഒരു സാഹചര്യമാണ് എല്ലാ കാലത്തും ഞാൻ ഉണ്ടായിരുന്നത്. ഒരിക്കലും ഞാൻ CPMന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ബ്ലോക്ക് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട KV നഫീസക്ക് വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം ഒരു പ്രലോഭനങ്ങൾക്കും വേണ്ടിയും അല്ല ഞാൻ ഈ വോട്ട് രേഖപ്പെടുത്തിയത്. എനിക്ക് 25 ലക്ഷം തന്നു, 30 ലക്ഷം തന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ എനിക്ക് ഗവൺമെൻറ് ജോലി വാഗ്ദാനം ചെയ്തു എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയാം, ആരെങ്കിലും ഒരാൾ ജാഫർ ഏതെങ്കിലും ഒരു രീതിയിൽ 1 രൂപ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ചു എന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇനി ഏതെങ്കിലും ഒരു LDFക്കാരൻ്റെ കൂടെ ഞാൻ ഇരുന്നിട്ട് അന്തിച്ചർച്ച നടത്തി അതല്ലെങ്കിൽ വേറെ ഒരു രീതിയിലേക്ക് പോവുക എന്തെങ്കിലും നിങ്ങൾക്ക് വിത്ത് എവിഡൻസ് ആയിട്ട് നിങ്ങൾ തന്നാൽ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിൽ കടുത്ത നടപടിയുമായി CPM. LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിന് പകരം UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തിയ 16-ാം വാർഡ് മെമ്പർ രാമചന്ദ്രനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി CPM ചേലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MB മനോജ് അറിയിച്ചു. പാർട്ടി വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തത് അതീവ ഗൌരവകരമായ വീഴ്ചയാണെന്ന് വിലയിരുത്തിയാണ് നടപടി. അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന രാമചന്ദ്രന്റെ വിശദീകരണം പാർട്ടി നേതൃത്വം തള്ളുകയായിരുന്നു. പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ അംഗത്തിന്റെ വോട്ട് UDF പ്രതിനിധിയായ T. ഗോപാലകൃഷ്ണന് ലഭിച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്. ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി. സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്.
ക്രിസ്മസ് ദിനത്തിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ തീവ്രവാദ മനോഭാവത്തോടെ നടന്ന അതിക്രമങ്ങൾ വേദനാജനകമാണെന്ന് CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾക്കെതിരെ തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃത്യമായ വ്യക്തമായ ചരിത്രമുള്ള മതമാണ് ക്രൈസ്തവ മതം. മറ്റുള്ളവരുടെയൊക്കെ ചരിത്രം എന്താണെന്ന് കൂടി അന്വേഷിക്കണം. ക്രിസ്തുമതം വിദേശമതമല്ല, വിദേശമതമെന്ന് മുദ്രകുത്തിയത് പ്രതിഷേധാർഹമാണ്. ക്രിസ്തുമതം ഭാരതമതം തന്നെയാണെന്നും വിദേശമതമെന്ന് മുദ്രകുത്തി ക്രൈസ്തവരെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്തിനാണെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് ചോദിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. കൽദായ സഭ മെത്രാപ്പൊലീത്ത മാർ ഔഗിൻ കുര്യാക്കോസ്, തൃശൂർ അതിരൂപത പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ജോഷി വടകൻ, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ KM ഫ്രാൻസിസ്, തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി കാക്കശ്ശേരി, അതിരൂപത ഏകോപന സമിതി സെക്രട്ടറി ഷിൻഡോ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാന നൂറ്റാണ്ടുകളുണ്ടായിരുന്നു. അപ്പോൾ വിദേശ രണ്ടാമതൊന്ന് പറയുന്നത് രാഷ്ട്രമാണെന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ സമ്പദ്ഘടനയിൽ സമാന്തര സാമ്പത്തിക സങ്കേതം സൃഷ്ടിച്ച് മുന്നോട്ടു പോകുന്ന സഹകരണ മേഖലയെ വട്ടമിട്ട് പറക്കുന്ന വേതാള കഴുകനെ പോലുള്ള നീക്കങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുവെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. ചില നിയമ ഭേദഗതികൾ കൊണ്ടുവന്ന് ഈ മേഖലയെ അടക്കിവാഴാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ ആശങ്കയോടെ കാണാതിരിക്കാനാവില്ലെന്നും VN വാസവൻ പറഞ്ഞു. സംസ്ഥാന സഹകരണ യൂണിയനും സഹകരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ സഹകരണ പ്രസ്ഥാനത്തിലെ 71% നിക്ഷേപമുള്ളത് കേരളത്തിലെ സഹകരണ മേഖലയിലാണ്. സഹകരണ മേഖലയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയപ്പോൾ നിയമ ഭേദഗതി കൊണ്ടുവന്ന് സഹകരണ മേഖലയെ അടക്കി വാഴാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഈ ശ്രമത്തെ ആശങ്കയോടെ കാണണം. സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്നതല്ല സഹകരണ മേഖല. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിയമങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം നമുക്കെതിരെ പല രൂപത്തിലുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരുപക്ഷെ ആക്രമണങ്ങൾക്ക് നമ്മൾ ആശങ്കപ്പെടേണ്ട രൂപത്തിലുള്ള ചില നീക്കങ്ങൾ വന്നിരിക്കുന്നു. ആ നീക്കങ്ങൾക്കെതിരെ പൊതുവിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. അതേസമയത്ത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ചില ബൈലോകളുടെ ഭേദഗതികൾ കേന്ദ്രം തരുന്ന രൂപത്തിലാക്കി മാറ്റണമെന്നുള്ളതും, അതുപോലെ നമ്മുടെ നിക്ഷേപങ്ങളുടെ ഉള്ളടക്കം മുഴുവൻ കേന്ദ്ര ഡാറ്റാ ബാങ്കിലേക്ക് കൊടുക്കണമെന്ന് പറയുന്നതുമൊക്കെ അപകടകരമാണ്. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളിൽ 71% ക്രെഡിറ്റിന്റെ നിക്ഷേപമുള്ളത് കേരളത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ സമ്പദ്ഘടനയിൽ പഞ്ചാരിമേളം അരങ്ങേറും. രാത്രി 9 മണിക്ക് ഏകാദശി വിളക്കാചാരം നടക്കും. ഏകാദശിയോട് അനുബന്ധിച്ച് നടന്ന സംഗീതോത്സവത്തിന്റെ ഭാഗമായുള്ള പഞ്ചരത്ന കീർത്തനാലാപനം ഭക്തിസാന്ദ്രമായി. ചേപ്പാട് AE വാമന നമ്പൂതിരി, മാതങ്കി സത്യമൂർത്തി, ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യൻ, വെള്ളിനേഴി സുബ്രഹ്മണ്യൻ തുടങ്ങിയ സംഗീതജ്ഞർ പങ്കെടുത്തു. ഈ വർഷത്തെ സംഗീത തിലകം ബഹുമതി മൃദംഗം ഘടം വിദ്വാൻ മങ്ങാട് KV പ്രമോദന് സമ്മാനിച്ചു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി നാളെ ആഘോഷിക്കും. പുലർച്ചെ 4-ന് ആരംഭിക്കുന്ന നിർമ്മാല്യ ദർശനത്തോടെയാണ് ഈ വർഷത്തെ ഏകാദശി ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും തുടക്കമാകുക. ആയുർവേദത്തിന്റെ അതിദേവനായ ധന്വന്തരി മൂർത്തിയെ തൊഴുത് അനുഗ്രഹം നേടാൻ ആയിരങ്ങളാണ് നാളെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. കൊച്ചിൻ ദേവസ്വം ബോർഡും ക്ഷേത്ര ഉപദേശക സമിതിയും ഇതിനുവേണ്ടി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ഭഗവാനെ ദർശിക്കുവാനും ദിവ്യ ഔഷധമായ മുക്കുടി സേവിക്കുവാനും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുക. പുലർച്ചെ 4 മണിക്ക് നിർമ്മാല്യ ദർശനം, 6-ന് സ്തോത്ര പഞ്ചാശിക പാരായണം, നാരായണീയ പാരായണം എന്നിവ നടക്കും. 7 മണിക്ക് സംഗീതാർച്ചനയും 10 മണിക്ക് പഞ്ചരത്ന കീർത്തനാലാപനവും നടക്കും. 10 മണി മുതൽ മഹാ അന്നദാനം ആരംഭിക്കും. ഗോതമ്പ് ചോറും പുഴുക്കും രസകാളനും മാങ്ങ അച്ചാറും പ്രസാദ ഊട്ടിന് നൽകും. ഉച്ചതിരിഞ്ഞ് 1:30-ന് പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ കാഴ്ചശീവിൽ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. തുടർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. വിപുലമായ ഒരുക്കങ്ങളാണ് ആഘോഷത്തിനായി നടത്തിയിട്ടുള്ളതെന്ന് ദേവസ്വം ഓഫീസർ G. ശ്രീരാജ് പറഞ്ഞു. വിപുലമായ ചടങ്ങുകളോടെയാണ് ഇത്തവണത്തെ ഏകാദശി മഹോത്സവം നടത്തുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ വർഷം മുൻവർഷത്തെ പോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയിലുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 1.5 കോടി രൂപയുടെ ഇൻഷുറൻസ് ആണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ളത്. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും
എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ സഹായം ഉണ്ടാവും, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവും, ആംബുലൻസ് സംവിധാനം ഉണ്ടാവും. വൈകിട്ട് 6 മണിക്ക് ദീപാരാധന, സ്പെഷ്യൽ നാഗസ്വരം, 7-ന് ഭക്തിഗാനസുധ, രാത്രി 10 മണിക്ക് ഡബിൾ തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും. ഡിസംബർ 31 രാവിലെ 7:30 നടക്കുന്ന ദ്വാദശി പണം സമർപ്പണത്തോടെ ഈ വർഷത്തെ ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമാകും. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് വാടാനപ്പള്ളി സർഗകലാ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ സംഗീതാർച്ചന നടത്തി. ധന്വന്തരി സംഗീതോത്സവത്തിലാണ് ധന്വന്തരി ഭഗവാന് സംഗീതാർച്ചന നടത്തിയത്. കൃഷ്ണ സജിത്, AM ഫാത്തിമ, നേദ്യ ടി മനോജ്, KS കൃതിക, PR രുദ്ര, നിവേദ് നന്ദ, അഗ്ന കൃഷ്ണ എന്നിവരാണ് പാടിയത്. സർഗ ബിജു വാടാനപ്പള്ളിയാണ് അധ്യാപകൻ. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സംഗീത കച്ചേരി അരങ്ങേറി. ഏകാദശിയുടെ ഭാഗമായി നടന്നുവരുന്ന കലാ സാംസ്കാരിക പരിപാടിയുടെ വേദിയിൽ 9ാം ദിവസം വൈകിട്ടാണ് സംഗീത കച്ചേരി അരങ്ങേറിയത്. ചാലക്കുടി അന്നനാടിൽ 5ഇടങ്ങളിൽ ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. അന്നനാട് വേലിപ്പള്ളി ക്ഷേത്രത്തിന്റെ റോഡരികിൽ സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരവും അന്നനാട് ജംഗ്ഷനിലുള്ള നേർച്ചപ്പെട്ടിയും കുത്തിത്തുറന്ന നിലയിലാണ്. വേലിപ്പള്ളി ക്ഷേത്രം റോഡിലുള്ള കുടുങ്ങാപ്പുഴ ക്ഷേത്രത്തിലെ നേർച്ചപ്പെട്ടിയും പരിസരത്തെ നവഗ്രഹ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരവും തുറന്ന് പണം മോഷ്ടിച്ചിട്ടുണ്ട്. കൊരട്ടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മമ്മൂസ് ബേക്കറിയിലും മോഷണം നടന്നു. താഴെ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ ബേക്കറി സാമഗ്രികളും സിഗരറ്റും മോഷ്ടിച്ചു. കൊരട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതിരപ്പള്ളി വെട്ടിക്കുഴിയിൽ കാട്ടാനശല്യം രൂക്ഷം. കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. ആനമല കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ കൃഷി മേഖലയായ നല്ല ഭൂമിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആനക്കൂട്ടമിറങ്ങി വ്യാപകമായി പച്ചക്കറി കൃഷികൾ നശിപ്പിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായി സമീപത്തെ നാട്ടുകാരുടെ പറമ്പിലും ആനകൾ നാശം വിതച്ചു. 100 കണക്കിന് വാഴകൾ പിഴുതെറിഞ്ഞു. തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ വിളകളും നശിപ്പിച്ചിട്ടുണ്ട്. കാട്ടകാമ്പാൽ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. പാടവരമ്പിലൂടെ ഓടുന്ന കാട്ടുപന്നികൾ വരമ്പ് നശിപ്പിക്കുന്നതോടൊപ്പം നെൽച്ചെടികളും നശിപ്പിക്കുന്നുണ്ട്. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നടപടിയെടുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ഇഞ്ചക്കുണ്ട് കൽക്കുഴിയിൽ കാട്ടുപന്നിയിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്ക്. ഇഞ്ചക്കുണ്ട് സ്വദേശി കോച്ചേരിയിൽ വീട്ടിൽ ബേബിക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ബേബിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നുകുളം പഴഞ്ഞിയിൽ ഉത്സവം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യുവാവിനെ 6-അംഗ സംഘം ആക്രമിച്ചതായി പരാതി. അയനൂർ ചീനിക്കൽ അമ്പലത്തിലെ ഉത്സവം കണ്ട് മടങ്ങുകയായിരുന്ന പെങ്ങാമുക്ക് സ്വദേശി കണ്ടിരുത്തി വീട്ടിൽ അതിൻ കൃഷ്ണയ്ക്കാണ് മർദ്ദനമേറ്റത്. അതിൻ കൃഷ്ണയെ ബൈക്കിലെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. പരിക്കേറ്റ അതിൻ കൃഷ്ണയെ കുന്നുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നുകുളം പോലീസിൽ പരാതി നൽകി. മിയൂരിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ ഒളിവിൽ പിടിയിലായി. വാഹന പരിശോധനയ്ക്കിടെ തമിഴ്നാട് തെങ്കാശി ഊട്ടുമലയിൽ വെച്ചാണ് ബാലമുരുകൻ പിടിയിലായത്. തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ വിയൂർ ജയിലിന് സമീപത്ത് നിന്ന് നവംബർ 3-നാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. ഊട്ടുമല പോലീസ് ബാലമുരുകന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ സിറ്റി പോലീസിന് ബാലമുരുകനെ കൈമാറുന്നതടക്കമുള്ള തുടർ നടപടികൾ പിന്നീട് തീരുമാനിക്കും. കൊലപാതക കേസുകളടക്കം 80ഓളം കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. പോലീസിനെ കബളിപ്പിച്ച് നടന്ന ഇയാൾ 56 ദിവസങ്ങൾക്ക് ശേഷമാണ് പിടിയിലാകുന്നത്. ശരീരത്തിലാകെ ചെള്ളു നിറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നായയെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ് അരിമ്പൂർ സ്വദേശിനി എടക്കാട്ടിൽ വീട്ടിൽ അഞ്ജലി. ഒരു പതിറ്റാണ്ടിലധികമായി സജീവ രാഷ്ട്രീയ പ്രവർത്തകയും യുവമോർച്ച സിറ്റി വൈസ് പ്രസിഡന്റുമായ അഞ്ജലിയാണ് താൻ വളർത്തുന്ന നായയ്ക്കൊപ്പം പുതിയതായി എത്തിയ നായയ്ക്കും സംരക്ഷകയാവുന്നത്. വീടിന് മുന്നിൽ കണ്ട ആരോ ഉപേക്ഷിച്ചതെന്ന് കരുതുന്ന നായയുടെ ശരീരത്തിൽ ആകെ ചെള്ളു നിറഞ്ഞ അവസ്ഥയിലായിരുന്നു.
അഞ്ജലി നായയെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി. നായയ്ക്ക് പൊന്നൂസ് എന്ന് പേരുമിട്ട് കഴിഞ്ഞു. എന്തായാലും പേരിഷ്ടപ്പെട്ടതോടെ വിളിക്കുമ്പോൾ പൊന്നൂസ് ഓടിയെത്തുന്നുണ്ടെന്ന് അഞ്ജലി പറഞ്ഞു. ഉടമസ്ഥർ തേടിയെത്തിയാൽ നായയെ കൈമാറാനും തയ്യാറാണ്. വീട്ടിലുള്ള പോമറേനിയൻ ഇനത്തിലുള്ള നായ ചിക്കുവിന് പൊന്നൂസിന്റെ വരവത്ര പിടിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. താൽക്കാലികമായി വീടിന്റെ സിറ്റൗട്ടിലാണിപ്പോൾ പൊന്നൂസിന്റെ താമസം. TCV തൃശൂർ. പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ വധശ്രമ കേസ് പ്രതി വിലങ്ങുമായി രക്ഷപ്പെട്ടു. കണ്ണമ്പ്ര സ്വദേശിയും ഒല്ലൂരിൽ താമസക്കാരനുമായ രാഹുലാണ് മണ്ണുത്തി പോലീസിന്റെ പക്കൽ നിന്നും രക്ഷപ്പെട്ടത്. വടക്കഞ്ചേരിയിലെ ബാറിന് സമീപത്ത് പ്രതി ഉണ്ടെന്ന വിവരത്തെ തുടർന്നാണ് മണ്ണുത്തി പോലീസ് എത്തിയത്. പ്രതിയെ അനുനയിപ്പിച്ച് കയ്യിൽ വിലങ്ങ് വയ്ക്കുന്നതിനിടെ വിലങ്ങുകൊണ്ട് സ്വയം നെറ്റി അടിച്ചുപൊട്ടിച്ച് ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ മാസം മണ്ണുത്തിയിൽ വെച്ച് യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് രാഹുൽ. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എളവള്ളിയിൽ വീട് കത്തിനശിച്ചു. കരിമത്തിൽ ഷൈജുവിന്റെ ഓടിട്ട വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഫർണിച്ചറുകളും നിത്യോപയോഗ സാധനങ്ങളും വിവിധ രേഖകളും കത്തിനശിച്ചു. അടുപ്പിൽ നിന്ന് തീ പടർന്നതാണെന്നാണ് പ്രാഥമിക നിഗമനം. ഗുരുവായൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് തീ അണച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സരിത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആഷിഖ് വലിയകത്ത്, വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. കർണാടകയിലെ കോൺഗ്രസ് ബുൾഡോസർ രാജിനെതിരെ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നേർസാക്ഷ്യം എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സും ഫോട്ടോ പ്രദർശനവും ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് KV സജു ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി CS സംഗീത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ്, സംസ്ഥാന കമ്മിറ്റി അംഗം സുകന്യ ബൈജു, ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷിഖ് വലിയകത്ത് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒരു സംഘം അവിടെ മാർഗം നഷ്ടപ്പെട്ട തെരുവിൽ കഴിയുന്ന അവിടെ ചെന്ന് സംസാരം തിരിഞ്ഞു നോക്കിയിട്ടില്ല. കുന്നുകുളം തെക്കേപ്പുറത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. വെസ്റ്റ് ബംഗാൾ സ്വദേശി 33 വയസ്സുള്ള അമിത് കാർജിയാണ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് ഒപ്പമുണ്ടായിരുന്നവർ ഇദ്ദേഹത്തെ കുന്നുകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ കുന്നുകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഫാദർ വടക്കൻ സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ വടക്കൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. മാർ ബോസ്കോ പുത്തൂർ അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനവും ഫാദർ ഡിറ്റോ സെബാസ്റ്റ്യൻ രചിച്ച ഫാദർ വടക്കൻ അഗ്നി സമാനമായ പ്രഭാഷണങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നിർവഹിച്ചു. ഫാദർ ജേക്കബ് തച്ചറാട്ടിൽ പുസ്തകം സ്വീകരിച്ചു. സാഹിത്യ നിരൂപകനും പ്രഭാഷകനുമായ ഡോക്ടർ PV കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സുരേന്ദ്രൻ ഫാദർ വടക്കൻ അനുസ്മരണം നടത്തി. സാഹിത്യകാരി റോസി തമ്പി, സുഭാഷ് വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. വാരണാസിയിൽ ജനുവരി 4 മുതൽ 11 വരെ നടക്കുന്ന ദേശീയ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ കേരളത്തിൽ നിന്ന് കഴിമ്പ്രം സ്വദേശി TN സിജിലിനെ തെരഞ്ഞെടുത്തു. നിരവധി ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കുന്ന ദേശീയ വോളിബോൾ മത്സരത്തിൽ വിസിൽ മുഴക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ദേശീയ റഫറി കൂടിയായ TN സിജിൽ. കഴിമ്പ്രം ശ്രീനാരായണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ നിന്നും വോളിബോൾ കളിച്ചു തുടങ്ങിയ സിജിൽ സംസ്ഥാന ജൂനിയർ ടീമിലും സ്കൂൾ ടീമിലും വോളിബോൾ താരമായിരുന്നു. കായികാധ്യാപക പഠന സമയത്താണ് വോളിബോൾ റഫറിയുടെ വേഷമണിയാൻ തുടങ്ങിയത്. 2010 അഖിലേന്ത്യാ റഫറി ടെസ്റ്റിൽ മികച്ച വിജയം നേടിയതിനു ശേഷം നിരവധി അഖിലേന്ത്യാ മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. 2ാം തവണയാണ് ദേശീയ സീനിയർ വോളിബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ അവസരം ലഭിക്കുന്നത്. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകനായ ഇദ്ദേഹം കേരള സ്കൂൾ ടീമിന്റെ പരിശീലകനായും 5 തവണ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. വോളിബോൾ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. സ്കൂളിൽ പഠന സമയത്ത് വോളിബോൾ കളിക്കാനായിരുന്നു ആഗ്രഹം. കായിക വിദ്യാഭ്യാസ പഠന സമയത്താണ് ഒഫീഷ്യേറ്റിങ്ങിൽ താല്പര്യം ലഭിച്ചത്. ഒഫീഷ്യേറ്റിംഗ് വളരെയധികം താല്പര്യമുണ്ട് ചെയ്യാൻ. 2010 അഖിലേന്ത്യാ വോളിബോൾ റഫറി ടെസ്റ്റിൽ മികച്ച വിജയം നേടാൻ സാധിച്ചു. മുൻ വനിതാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വോളി ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന MB നിഷയാണ് ഭാര്യ. മകൾ TS കൃഷ്ണനന്ദ ജില്ലാ സ്കൂൾ ടീമിലും സബ് ജൂനിയർ ടീമിലും ഇപ്പോൾ കളിക്കുന്നുണ്ട്. TCV ന്യൂസ്, കയ്പമംഗലം. വീടിന് സമീപത്തെ മദ്യപാനം ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിൽ ആക്രമണം നടത്തിയ കേസിൽ 3 പേരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൻവേലിക്കര സ്വദേശി അറപ്പാട്ട് വീട്ടിൽ ശ്രീഹരി,
പൊയ്യ സ്വദേശി കാഞ്ഞിരത്തിങ്കൽ വീട്ടിൽ അനിൽ, മേലടൂർ സ്വദേശി വടജേക്കൽ വീട്ടിൽ സഞ്ജു എന്നിവരാണ് അറസ്റ്റ് ചെയ്തത്. പൊയ്യ ഗ്രീൻലാൻഡ് സ്വദേശി ആലിങ്ങപ്പറമ്പിൽ സജിത്, ബന്ധു ധനീഷ് എന്നിവരെ തടഞ്ഞു നിർത്തി കരിങ്കല്ല് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. വാണിജ്യം. പേരാമംഗലം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ആരംഭിച്ച അഹല്യ ചൈൽഡ് കെയർ കണക്ട് കൂടെ എന്ന പീഡിയാട്രിക് കമ്മ്യൂണിറ്റി ടെലിമെഡിസിൻ പദ്ധതി തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സുധീർ മടത്തിപ്പറമ്പിൽ പദ്ധതി പ്രഖ്യാപിച്ചു. തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് KG സുരേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. BVP സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് KVക്ക് പദ്ധതിയുടെ പ്രിവിലേജ് കാർഡ് കൈമാറിയതോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. നഴ്സറി സ്കൂളുകൾ, ഡേ കെയർ സെന്ററുകൾ, പ്രീ പ്രൈമറി സ്കൂളുകൾ, അംഗൻവാടികൾ, സ്കൂളുകൾ എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കൾ. സ്കൂളുകളിൽ കുട്ടികൾക്കുണ്ടാകുന്ന അടിയന്തര ആരോഗ്യ പ്രശ്നങ്ങളിൽ സൗജന്യ ടെലിമെഡിസിൻ വഴി വിദഗ്ധ ഡോക്ടർമാരുടെ ഉപദേശം അധ്യാപകർക്ക് ഉടൻ ലഭ്യമാക്കുക എന്നതാണ് കൂടെ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് ചടങ്ങിൽ ഭാരവാഹികൾ വിശദീകരിച്ചു. മാതാപിതാക്കൾക്ക് എല്ലാ ദിവസവും നിശ്ചിത സമയങ്ങളിൽ സൗജന്യമായി ഡോക്ടറോട് ചോദിക്കാം എന്ന പരിപാടിയിൽ ഫോൺ വിളിച്ച് ഡോക്ടർമാരുടെ വിദഗ്ധ ഉപദേശം നേടാം. അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും സൗജന്യ ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനവും ലഭ്യമാക്കും. അധ്യാപകർ, മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് പ്രിവിലേജ് കാർഡ് ഉൾപ്പെടെ പ്രത്യേക ആരോഗ്യ ആനുകൂല്യങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കും. ഈ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടെ പദ്ധതിയുമായി സഹകരിക്കാവുന്നതാണെന്ന് അഹല്യ ആശുപത്രി അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 9995770782 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,990 രൂപ, പവന് 1,03,920 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മട്ടത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് BJP കൂട്ടുകെട്ടിന്റെ തെളിവുകൾ പുറത്ത്. നിർണായക ദൃശ്യങ്ങൾ പുറത്തുവിട്ട് LDFനെ പിന്തുണയ്ക്കുന്ന KR ഔസേപ്പ്. ഔസേപ്പിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട TM ചന്ദ്രൻ. കൂറുമാറിയവരെ അയോഗ്യരാക്കാനൊരുങ്ങി കോൺഗ്രസ്. പാറളം പഞ്ചായത്ത് അംഗം ബിന്ദുവിനെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം സസ്പെൻഡ് ചെയ്തു. ക്രിസ്മസ് ആഘോഷത്തിനിടയിൽ അതിക്രമ സംഭവങ്ങളെ മുറിവേറ്റത് ഭാരതത്തിന്റെ ആത്മാവിന് തന്നെയാണെന്ന് CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത്. ക്രിസ്തുമതം വിദേശമതമെന്ന് മുദ്രകുത്തിയത് പ്രതിഷേധാർഹമാണെന്നും മാർ ആൻഡ്രൂസ് താഴത്ത്. സഹകരണ മേഖലയെ തകർക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും നീക്കങ്ങൾ നടക്കുന്നുവെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. നിയമ ഭേദഗതികൾ കൊണ്ടുവന്ന് സഹകരണ മേഖലയെ അടക്കി വാഴാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ ആശങ്കയോടെ കാണാതിരിക്കാനാവില്ലെന്നും മന്ത്രി. വിൽപ്പനയ്ക്കായി MDMA കൈവശം വെച്ച കേസിൽ പ്രതിക്ക് 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. മണത്തല ബീച്ച് സ്വദേശി ബുർഹാനുദ്ദീനെയാണ് തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. നന്ദിക്കരയിൽ KSRTC ബസും 2 ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. വെട്ടിക്കാട്ടിയിൽ നിയന്ത്രണം വിട്ട് കാർ കടയിലേക്ക് ഇടിച്ചു കയറി. തൃശൂർ തിരുവമ്പാടി നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രങ്ങളിലെ വൈകുണ്ഠ ഏകാദശി നാളെ ആഘോഷിക്കും. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടന്ന പഞ്ചരത്ന കീർത്തനാലാപനം ഭക്തിശാസ്ത്രം. ചാലക്കുടി എണ്ണനാടിൽ 5 ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന മോഷണം. ഒരട്ടിയിൽ ബേക്കറിയിൽ മോഷണം.
ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ.